ഏഷ്യാനെറ്റ് ന്യൂസ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾക്കെതിരെ നൽകിയ വാർത്താ വിലക്ക് ഹർജിയിൽ റിപ്പോർട്ടർ ടിവിക്ക് പിഴയിട്ട് കോടതി. ബംഗളൂരു സിറ്റി സിവിൽ സെഷൻസ് കോടതിയാണ് 10,000 രൂപ പിഴയിട്ടത്. മുട്ടിൽ മരമുറി, മാംഗോ ഫോൺ തട്ടിപ്പ് തുടങ്ങിയ വാർത്തകൾ നീക്കണമെന്ന ഹർജിയിലാണ് നടപടി. NK ഷിജുവാണ് കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നത്. നിലവിൽ ഏഷ്യാനെറ്റ് ന്യൂസിലടക്കം വിവിധ പത്രമാധ്യമങ്ങൾ എല്ലാം തന്നെ കേരളത്തിൽ നൽകിയ വിവിധ വാർത്തകൾ ഉണ്ടായിരുന്നു. ഈ റിപ്പോർട്ടർ ചാനലിന്റെ അതിന്റെ ഡയറക്ടർമാരായിട്ടുള്ള അഗസ്റ്റിൻ സഹോദരങ്ങൾക്കെതിരായിട്ടുള്ള വിവിധ വാർത്തകൾ, അതിന്റെ കേസുമായി ബന്ധപ്പെട്ട വാർത്തകളായിരുന്നു നേരത്തെ വന്നിരുന്നത്. ഈ വാർത്തകളെല്ലാം നീക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ബംഗളൂരു സ്വദേശിയെ കൊണ്ട് ഒരു ഹർജി ഈ ഒരു കോടതിയിൽ നൽകിയത്. ബംഗളൂരു കോടതിയിൽ, സിവിൽ കോടതിയിൽ നൽകിയത്. ഈ ഹർജിയിൽ ഒരു ഇടക്കാല ഉത്തരവുണ്ടായിരുന്നു നേരത്തെ, അതായത് ഈ വാർത്തകൾ തൽക്കാലത്തേക്ക് നീക്കാൻ. പക്ഷേ അങ്ങനെ ഒരു ഉത്തരവ് കോടതി ഇട്ടപ്പോഴും ഇതിൽ എതിർകക്ഷികളെ, ഏതാണ്ട് 18ഓളം എതിർകക്ഷികൾ ഉണ്ടായിരുന്നെങ്കിലും എതിർകക്ഷികളെ ഒന്നും കേൾക്കാതെ, ഏഷ്യാനെറ്റ് ന്യൂസ് അടക്കമുള്ള എതിർകക്ഷികളെ കേൾക്കാതെയായിരുന്നു ഒരു ഇടക്കാല ഉത്തരവ് വാങ്ങിയത്. ഇതനുസരിച്ച് ഇവിടെ വാർത്തയും റിപ്പോർട്ടർ ടിവിയിലൂടെ നൽകി. അതിൽ ഏഷ്യാനെറ്റ് ന്യൂസിനെ കോടതി ശാസിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ, അതായത് ഈ ഉത്തരവിൽ ഇല്ലാത്ത കാര്യങ്ങളടക്കം ഇവിടെ വാർത്തയായി നൽകുകയും ചെയ്തു. ഇതിനെതിരെയാണ് ഏഷ്യാനെറ്റ് ന്യൂസ് തന്നെ കോടതിയെ കക്ഷി ചേരൽ അപേക്ഷ നൽകിയത്. റിപ്പോർട്ടർ ടിവിയുടെ അതിന്റെ ഈ ഡയറക്ടർമാർ ആര് എന്നത് സംബന്ധിച്ച് അതിന്റെ വ്യക്തത പോലെ അതിന്റെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അടിമുടി വ്യാജം, ദുരൂഹം, ക്രിമിനൽ മൈൻഡ്, ഒരു ക്രിമിനൽ പശ്ചാത്തലം എല്ലായിടത്തും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് റിപ്പോർട്ടർ ടിവിയിൽ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഈ കേരളത്തിലെ ബാക്കിയുള്ള മാധ്യമങ്ങൾക്കെതിരെ, അതിൽ പത്രമാധ്യമങ്ങളുണ്ട്, ഈ പറയുന്ന ചെറിയ സാറ്റലൈറ്റ് ചാനലുകളല്ലാത്ത ദൃശ്യമാധ്യമങ്ങളുണ്ട്, സാറ്റലൈറ്റ് ചാനലുകളുണ്ട്. അങ്ങനെ എല്ലാ മാധ്യമങ്ങൾക്കെതിരെയും 18ഓളം മാധ്യമങ്ങൾക്കെതിരെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഒരു കേസ് കൊടുക്കുന്നു. ഈ കേസ് എവിടെയാ കൊടുക്കുന്നത്? ബാംഗ്ലൂർ സിറ്റി സെഷൻസ് കോടതിയിൽ. ബാംഗ്ലൂർ കോടതിയിൽ കേസ് പോകുന്നു, പരാതി പോകുന്നത് ബാംഗ്ലൂർ കോടതിയിൽ. ആ പരാതി ബാംഗ്ലൂർ കോടതിയിൽ പോയത് തന്നെ ഒന്നാമത്തെ ദുരൂഹതയാണ്. കാരണം ബാംഗ്ലൂർ കോടതിക്ക് കേരളത്തിലെ വാർത്താ ചാനലുകളെ പറ്റി വല്ല ബോധമുണ്ടോ? നമുക്കാർക്കെങ്കിലും കർണാടകയിലെ വാർത്താ ചാനലുകളെ പറ്റി, അവിടുത്തെ മീഡിയയെ കുറിച്ച് വല്ല ബോധമുണ്ടോ? അവിടുത്തെ 1-2, അതും കേരളത്തിലെ ചാനലുമായി ബന്ധപ്പെട്ടുള്ള 1-2 ചാനലുകൾ നമുക്ക് അറിയാമെന്നല്ലാതെ, എന്തെങ്കിലും ഒരു ഇമ്പോർട്ടന്റ് വാർത്ത വരുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ചാനലിൽ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് എന്നല്ലാതെ, അവിടെ നിരന്തരമായ അവിടുത്തെ വാർത്താ ചാനലുകളെ കുറിച്ചോ അതിന്റെ സ്വഭാവത്തെ കുറിച്ചോ ഒന്നും നമുക്കൊരു ബോധമില്ല. തമിഴ്നാട്ടിലെ ചാനലുകളെ കുറിച്ചും നമുക്ക് ആർക്കും വലിയ പിടിപാടുകളൊന്നും നമുക്കാർക്കും, ധാരണകളൊന്നും നമുക്കാർക്കും ഇല്ല. അങ്ങനെ കേരളത്തിലെ ചാനലുകൾക്കെതിരെ പരാതി പോകുന്നത് ബാംഗ്ലൂരിലെ സിറ്റി കോടതിയിൽ. ആ പരാതി പോയതിൽ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ, ആ പരാതിയിൽ പറയുന്ന കാര്യമാണ് കാട്ടുകള്ളം വീരപ്പനെ, അവന്റെ ക്രിമിനൽ പറ്റിപ്പും വെട്ടിപ്പും വ്യാജവും ഒട്ടിപ്പും തേപ്പും ഇതിനെക്കുറിച്ച് കാലങ്ങളായിട്ട് ഈ വീരപ്പൻ നടത്തിക്കൊണ്ടിരിക്കുന്ന പറ്റിപ്പുകളെ കുറിച്ച് വാർത്ത കൊടുത്തതൊക്കെ എല്ലാ വാർത്തകളും നീക്കം ചെയ്യണമെന്നാണ് പറയുന്നത്. അതിനും എനിക്ക് എന്താ യോഗ്യത പറയാനുള്ളത്? മുട്ടിൽ മരമുറി കേസിൽ ഇവന്റെ തലക്ക് മീതെ 40 കുറ്റപത്രം വന്ന് നിൽക്കുമ്പോഴാണ് ഇവൻ പോയിട്ട് ഈ വാർത്തകൾ നീക്കം ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോ ഇവനും ഇവന്റെ ചാനലും കേരളത്തിൽ പടച്ചുവിടുന്ന വാർത്തകളെ കുറിച്ചോ? അങ്ങനെയാണെങ്കിൽ ആ ചാനൽ തന്നെ പൂട്ടേണ്ടി വരും. അത്രമാത്രം വ്യാജങ്ങളാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. കഴിഞ്ഞ ദിവസം ഈ പറയുന്ന ചാനലിൽ പടച്ചുവിടുന്ന വാർത്തകൾ നോക്കിയേ. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിലെ കാര്യം ഒന്ന് എടുത്ത് പരിശോധിക്കുക. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്തൊക്കെ വ്യാജങ്ങളാണ് ഇവര് പടച്ചുവിട്ടത്. ആ വ്യാജങ്ങളൊക്കെ പൊളിഞ്ഞ് തരിപ്പണമായില്ലേ? ആദ്യം പറഞ്ഞത് ആദ്യത്തെ പരാതി വന്നപ്പോ ഇവർ പറഞ്ഞത് ഈ പരാതിക്കാരി വിവാഹിതയാണ്, 4 ദിവസം മാത്രമേ വിവാഹ ജീവിതം ഉണ്ടായുള്ളൂ, അത് കഴിഞ്ഞ് വിവാഹമോചിതയായി എന്നല്ലേ പറഞ്ഞത്. 1 മാസത്തിനുള്ളിൽ വിവാഹമോചിതയായി എന്നല്ലേ പറഞ്ഞത്. എന്നാൽ ഈ കഴിഞ്ഞ ദിവസം വിവാഹമോചിതയായിട്ടില്ല തെളിയിച്ചുകൊണ്ട് ഈ പരാതിക്കാരിയുടെ ഭർത്താവ് രാഹുലിനെതിരെ പരാതി കൊടുക്കുന്നത് നമ്മൾ കണ്ടു അല്ലേ? അപ്പോ ഇവന് ഈ മുട്ടിൽ മരമുറി കേസിലെ കൊള്ളക്കാരൻ വീരപ്പൻ ക്രിമിനൽ ആൻഡോ അഗസ്റ്റിൻ, ഈ ആൻഡോയ്ക്കെതിരെ വാർത്ത നൽകിയത് അത് സത്യമായ വാർത്തകൾ. ഇവൻ പറ്റിപ്പ് നടത്തിയതാണ് മുട്ടിൽ മരമുറി കേസ്, പിന്നെ മാംഗോ ഫോൺ, അങ്ങനെ ഒരുപാട് റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകൾ. കേരളത്തിലെ ജനങ്ങളെ എങ്ങനെയൊക്കെ പറ്റിക്കാമെന്ന് വളരെ കൃത്യമായി പഠിച്ച് അവസാനം മെസ്സിയിലടക്കം, ഈ മെസ്സി വരൂല എന്ന് ഉറപ്പിച്ചപ്പോ ഇവനൊരു വാർത്താ സമ്മേളനം നടത്തിയിട്ടുണ്ടായിരുന്നു. എന്താ വാർത്താ സമ്മേളനത്തിൽ വീരപ്പൻ പറഞ്ഞത്?
മെസ്സി കേരളത്തിൽ വന്നില്ലെങ്കിൽ ഇന്ത്യയിൽ എവിടെയും വരാൻ പറ്റൂല. ഞങ്ങളിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ വന്നില്ലെങ്കിൽ വേറെ എവിടെയും വരാൻ പറ്റില്ല. ഇപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി, ഇവൻ ഒരു നയാ പൈസ കൊടുത്തിട്ടില്ല. ഇവനും ഇവന്റെ ചേട്ടന്മാരും കൂടിയിട്ട് ചെയ്തത് എന്താ വെച്ചാല്, ഈ അർജന്റീനയുമായി ബന്ധപ്പെട്ട ചില ആളുകളെ പോയി കണ്ടു, അവിടെ നിന്ന് ഫോട്ടോ എടുത്തു, ഇവിടെ വരും എന്നുള്ളൊരു പ്രതീതി ഉണ്ടാക്കി, പണം കൊടുത്തു എന്നുള്ളൊരു പ്രതീതി ഉണ്ടാക്കി എന്നല്ലാതെ അതിനപ്പുറം ഒന്നും നടത്തിയിട്ടില്ല. അപ്പോ അങ്ങനെ തട്ടിപ്പും വെട്ടിപ്പും മാത്രം കൈമുതലായിട്ടുള്ള ഇവന് ബാംഗ്ലൂർ സെഷൻ കോടതിയിൽ പറയാണ്, സിറ്റി കോടതിയിൽ പറയാണ്, ഈ വാർത്തകളൊക്കെ നീക്കം ചെയ്യണം. ഇവനിക്കത് പറയാനുള്ള എന്താ അവകാശമുള്ള? ഇവന്റെ ചാനലിലൂടെ നിരന്തരമായി വ്യാജങ്ങൾ മാത്രം പടച്ചു വിടുന്ന ഒരു ചാനലാണ് റിപ്പോർട്ടർ TV എന്ന് പറയുന്നത്. എന്നിട്ട് അവിടെ നിന്ന് ഈ കോടതി എന്താക്കുന്നു, അത് കേട്ട ഉടനെ അത് നീക്കം ചെയ്യണമെന്ന് ഉത്തരവിട്ടിട്ട് ഇവിടെ വന്നിട്ട് പുതിയ വാർത്ത, കേരളത്തിലെ ചാനലുകൾക്കെതിരെ വലിയ എന്തോ കാര്യം സാധിച്ചു എന്നുള്ള രീതിയിൽ വാർത്ത. അപ്പോഴും കോടതി എന്തായിട്ടില്ല, ഈ പറഞ്ഞ 18ഓളം ചാനലുകളെ ആരുടെയും ഭാഗം എന്താണെന്ന് കേട്ടിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെ അത് കേട്ടു. അത് കേട്ടപ്പോ വീരപ്പൻ പറയാണ് കോടതിയിൽ, എന്താ പറയുന്നത്, ഞങ്ങൾ അങ്ങനെ ഈ 18ഓളം ചാനലുകളെ കോടതി കേട്ട് കഴിഞ്ഞപ്പോ കാര്യങ്ങൾ തിരിച്ചടിയാവുമെന്ന് കണ്ടപ്പോ വീരപ്പൻ കോടതിയിൽ എന്താ പറയുന്നത്, ഹർജി പിൻവലിക്കുകയാണെന്ന്. ഹർജി പിൻവലിക്കുകയാണെന്ന് പറഞ്ഞപ്പോ കോടതി ഒരു കാര്യം പറഞ്ഞു, കേരളത്തിലെ ജനങ്ങളെ നീ പറ്റിച്ചതുപോലെ കോടതിയെ പറ്റിക്കാമെന്ന് കരുതണ്ട. ഹർജി പിൻവലിക്കണമെങ്കിൽ അതിന് പിഴ ഇടണം. ഹർജി പിൻവലിക്കണമെങ്കിൽ പിഴ, ഹർജി കൊടുക്കാനല്ല പിഴ, ഹർജി പിൻവലിക്കാൻ. കാരണം കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചതിന്, കോടതിയെ പറ്റിക്കാൻ ശ്രമിച്ചതിന്. ഇവന്റെ കൈമുതല്, ഇവന്റെ ആകെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഈ തട്ടിപ്പും വെട്ടിപ്പും മാത്രമാണ്. ഇവൻ പറ്റിക്കാത്ത ബാങ്കുകളില്ല, ഇവൻ പറ്റിക്കാത്ത ജനമില്ല കേരളത്തില്. ഏറ്റവും പാവങ്ങളായ സാധുക്കളായിട്ടുള്ള ഗോത്ര സമൂഹത്തെ വരെ പറ്റിച്ച് വെട്ടിച്ച് വിട്ട് തിന്ന് കാശാക്കിയവനായവൻ ക്രിമിനൽ വീരപ്പൻ. ആ വീരപ്പൻ കോടതിയിൽ പോയിട്ട് പറയാണ്, അല്ലെങ്കിൽ ഇവന്റെ കയ്യിൽ ടോട്ടലി ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, അടിമുടി ദുരൂഹം, വ്യാജം, പച്ചക്കള്ളങ്ങൾ, അസത്യങ്ങൾ, ഇതൊക്കെയാണ് റിപ്പോർട്ടർ TV എന്ന് പറയുന്നത്. നിങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കേട്ടില്ല നിങ്ങള്, ചാനൽ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ട് കോടിക്കണക്കിന് രൂപയാണ് ബാർക്കിന്റെ ഉദ്യോഗസ്ഥർക്ക് ഇവൻ നൽകിയിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ബാർക്ക് തട്ടിപ്പ് ഒരു ഭാഗത്ത്, ചാനൽ റേറ്റിംഗ് കൂട്ടാൻ പണം കൊടുത്തുണ്ടാക്കുന്ന തട്ടിപ്പ് ഒരു ഭാഗത്ത്, സോഷ്യൽ മീഡിയയിലൂടെ ഫോൺ ഫാമിംഗ് നടത്തിയിട്ട് അതിലൂടെ സോഷ്യൽ മീഡിയയിലെ വ്യൂവർഷിപ്പ് പ്രേരിപ്പിച്ച് കാണിക്കുന്ന ഒരു തട്ടിപ്പ് മറുഭാഗത്ത്, വ്യാജങ്ങളും പച്ച നുണകളും മാത്രം പടച്ചുവിടുന്ന ഒരു സ്ഥാപനമായിട്ട് റിപ്പോർട്ടർ TV അതപ്പതിച്ചു കഴിഞ്ഞു. ആ റിപ്പോർട്ടർ TVയുടെ എന്നിട്ട് ഇവനിക്കിത് ഞാൻ ആലോചിക്കുന്നത്, ഇവന്റെ തട്ടിപ്പിന്റെ ഒരു ഊക്ക് നിങ്ങൾ നോക്കണേ. ഒരു ബാംഗ്ലൂര് സ്വദേശിയായിട്ടുള്ള ഒരു വ്യക്തിയെ പിടിച്ചിട്ട് അയാളെ കൊണ്ട് പരാതി കൊടുപ്പിക്കുക. ആ വ്യക്തി ഇന്ന് വരെ ഈ റിപ്പോർട്ടർ TV കണ്ടിട്ടുണ്ടോ, ബാക്കിയുള്ള കേരളത്തിലുള്ള ചാനലുകൾ കണ്ടിട്ടുണ്ടോ? ആ ചാനലുകളുടെ പേരില് ഈ സാറ്റലൈറ്റ് ചാനൽ അല്ലാത്ത ചാനൽ പോലും അതിന്റെ ഇതിലുണ്ട് എന്നുള്ളതാണ്. ഈ 18 ചാനലുകൾക്കെതിരെയാണ് പരാതി പോയിട്ടുള്ളത്. അതിൽ സാറ്റലൈറ്റ് ചാനൽ അല്ലാത്ത ചാനൽ പോലും ഈ പറയുന്ന 18 ചാനലുകളുടെ പട്ടികയിലുണ്ട്. ഞാൻ ഏത് ചാനലാണെന്നൊന്നും പറയുന്നില്ല, സാറ്റലൈറ്റ് ചാനൽ, നമ്മൾ സാധാരണ കേബിൾ TVകളിലൊക്കെ ലഭിക്കുന്ന ചില ചാനലുകളുണ്ട്, വാർത്താ ചാനലുകൾ, അതടക്കം ഇതിലുണ്ട് എന്നുള്ളതാണ്. അപ്പോ അങ്ങനെ ബാംഗ്ലൂർ സ്വദേശി കേരളത്തിലെ ഈ 18 ചാനലുകൾ ഇങ്ങനെ എടുത്ത് പരിശോധിക്കണമെങ്കിൽ അത് പരാതി ബാംഗ്ലൂർ സ്വദേശിയുടേതല്ല എന്നുള്ള ഒരു കാര്യം ഉറപ്പാണ്. അപ്പൊ അതിന് പിന്നിലും ഈ തട്ടിപ്പുകാരൻ, ഈ ക്രിമിനൽ ആൻഡോയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. അപ്പോ അത് കേരളത്തിലൊരു കോടതിയിൽ പരാതി നൽകാതെ ബാംഗ്ലൂർ സിറ്റി കോടതിയിൽ, എനിക്ക് മനസ്സിലാവാത്തത് കേരളത്തില് ഇപ്പൊ മലയാളം വാർത്തകൾ സംപ്രേഷണം ചെയ്യുന്ന ചാനലുകൾക്ക് ബാംഗ്ലൂർ കോടതിയിൽ എന്താണ് കാര്യം എന്നുള്ളതാണ്. കേരളത്തിലെ കോടതിയിൽ കൊടുക്കാമായിരുന്നു. അപ്പോ അത് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കണമെന്ന് ആദ്യം തന്നെ ഒരു കച്ച കെട്ടി ഇറങ്ങിയതാണ്. അതാണ് ബാംഗ്ലൂരേക്ക് പോയത്. കാരണം ബാംഗ്ലൂരിലേക്ക് ചെല്ലുമ്പോൾ അവിടുത്തെ കോടതിക്കും ജഡ്ജിക്കും ഒന്നും കേരളത്തിലെ ചാനലുകളെ പറ്റിയിട്ട് വലിയ ബോധം ഉണ്ടാവണമെന്നില്ല. അതിപ്പോ അവിടുത്തെ ഒരു മനുഷ്യനും ഉണ്ടാവില്ല. നമുക്കിപ്പോ കർണാടകയിലെ വാർത്താ ചാനലുകളെ കുറിച്ച് നമുക്ക് വലിയ ബോധമുണ്ടോ? അതുപോലെ തന്നെ കർണാടകയിലെ ആൾക്ക് മലയാളം ചാനലുകളെ കുറിച്ച് എന്ത് ബോധം ഉണ്ടാവില്ല. അപ്പൊ അത് തന്നെ ഒരു വ്യക്തമായ ദുരൂഹതകൾ, ക്രിമിനൽ മൈൻഡ് അത് നിറഞ്ഞതാണ് ഈ പറയുന്ന ആൻഡോയുടെ ഈ തട്ടിപ്പിന്റെ ഏറ്റവും വലിയ ഇത് എന്ന് പറയുന്നത്. അങ്ങനെ അവസാനം കോടതി പറയുന്നു പിൻവലിക്കാന്ന്, കോടതിയിൽ എന്ത് ഹർജി പിൻവലിക്കാം.
കോടതി പറഞ്ഞു അങ്ങനെ ശരിയാവില്ല. ഇവിടെ ജനങ്ങളെ പറ്റിക്കും പോലെ ഞങ്ങളെയും പറ്റിച്ചിട്ട് അങ്ങ് പൊടി തട്ടി പോകാമെന്ന് കരുതണ്ട. അതിനൊരു 10,000 രൂപ. 10,000-ന്റെയും 1,00,000-ന്റെയും കാര്യമല്ല, അതിന് പിഴ. ഇവൻ ചെയ്തത് മഹാപോക്രിത്തരമാണെന്ന് കോടതിക്ക് തോന്നിയത് കൊണ്ടാണ് ആ ഒരു പിഴ. അത് സെഷൻസ് കോടതി ആയതുകൊണ്ടാ. ഇനി വല്ല അതിലും മുകളിലുള്ള വല്ല കോടതികളും ആയിരുന്നെങ്കിൽ, ഇത് വെറും ഒരു സിവിൽ കോടതിയാ. ഇനി മുകളിലുള്ള വല്ല കോടതികളുമാണെങ്കിൽ ആ പിഴ 10,000-ൽ ഒതുങ്ങില്ലായിരുന്നു, അതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് നീങ്ങിയേനെ. അപ്പോ ഇതാണ് കാര്യം എന്ന് പറയുന്നത്. ഇവൻ ചെയ്ത കാര്യങ്ങള്, ഇവൻ ചെയ്ത പറ്റിപ്പ്, ഇവൻ ചെയ്ത വെട്ടിപ്പ്, തട്ടിപ്പ്, വ്യാജങ്ങള്, ഇതൊന്നും വാർത്തയാക്കാൻ പാടില്ല. അത് വാർത്തയാക്കി അവൻക്ക് പൊള്ളും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു ക്രിമിനൽ പ്രതി, ഒരു ക്രിമിനൽ കേസിലെ പ്രതി, ഒന്നല്ല പല ക്രിമിനൽ കേസുകളിൽ പ്രതി. മുട്ടിൽ മരമുറി കേസിൽ മാത്രം 40 കുറ്റപത്രങ്ങൾ തലക്ക് മീതെയുള്ള ക്രിമിനൽ. ആ ക്രിമിനല് ഒരു ചാനൽ വാങ്ങിയിട്ട് ആ ചാനലിൽ നിന്ന് വ്യാജങ്ങൾ പടച്ചുവിടുന്നു. എന്നിട്ട് ആ ക്രിമിനൽ കോടതിയിൽ പോയിട്ട് പറയാണ് തനിക്കെതിരെ ഒരു വാർത്തയും കൊടുക്കരുത്. ഇവൻ കൊടുക്കുന്ന വാർത്തകളോ, ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ റിപ്പോർട്ടർ TV കൊടുത്തിരിക്കുന്ന വാർത്തകളെ കുറിച്ചോ എന്താ പറയാനുള്ളത്? അപ്പോ ഇവനിക്ക് പാരയാവുന്ന, ഇവന്റെ തനി സ്വഭാവം വിളിച്ചു കാട്ടുന്ന രീതിയിലുള്ള, ഇവന്റെ പ്രവർത്തികൾ തുറന്നു കാട്ടുന്ന വാർത്തകള് അത് കൊടുക്കരുത് എന്നാണ് ഇവൻ പറയുന്നത് കോടതിയിൽ പോയിട്ട്. അവസാനം മൂഞ്ചി, അടപടലം മൂഞ്ചി, വീരപ്പൻ മൂഞ്ചി.